ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ശംഖുമുഖത്ത് പോകുന്നതാണ്. ഞങ്ങൾ എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മോളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്നുകൂടെ വീട്ടിൽ കയറേണ്ടി വന്നു. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ഡാഡിയുണ്ട്, മമ്മി, അനിയൻ, വൈഫ്, കുഞ്ഞ്, അപ്പൂസ്, ഞാനും. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. അവിടെ ഏറ്റവും ഇളയ അനിയനും വൈഫും ഉണ്ട്. ഇന്ന് അനിയത്തിയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തുടങ്ങി. കേക്ക് വേൾഡ്. അപ്പോൾ കേക്ക് വാങ്ങാനായിട്ട് കേക്ക് വേൾഡിലാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാണ്. അനിയനും അനിയത്തിയാണ് കേക്ക് വാങ്ങാനായിട്ട് കയറിയത്. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചു, അതുപോലെ തന്നെ തൊപ്പിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അപ്പൂസിന് ലോലിപ്പോപ്പും വാങ്ങിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ അപ്പൂസ് ഹാപ്പിയായി ലോലിപ്പോപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ എയർപോർട്ട് റോഡ് അങ്ങോട്ടൊക്കെ കയറി. അപ്പോൾ എയറോപ്ലെയിൻ എന്തായാലും സാധാരണ രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യവും കാണാൻ പറ്റി. അത് നല്ല അടുത്തായിട്ട് തന്നെ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തെത്തിയപ്പോഴാണ് അവർ വെട്ടുകാടാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ശംഖുമുഖത്ത് കുറച്ച് ദൂരം അങ്ങോട്ട് കടലിൻ്റെ സൈഡിലോട്ടൊക്കെ പോയി. അപ്പോൾ വെട്ടുകാട് കുറേ നാളായിരുന്നു പോയിട്ട്. അപ്പോൾ വെട്ടുകാട് ജസ്റ്റ് അവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ശംഖുമുഖത്തുനിന്ന് നേരെ വണ്ടി തിരിച്ചു പോവാണ്. തിരിച്ച് വെട്ടുകാട് പോയിട്ട് അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാനായിരുന്നു പ്ലാന്. അങ്ങനെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്തിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തുനിന്ന് തിരിഞ്ഞ് വെട്ടുകാടെത്തിയപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് അങ്ങ് ഉള്ളിലോട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവരെ വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തിയെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ വെട്ടുകാടെത്തി. വെട്ടുകാട് വലിയ ചർച്ച് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു. കൊണ്ടുവന്നു. അങ്ങനെ മോന് അവിടെ എത്തിയതിന് ശേഷം ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഉടുപ്പ് കൊണ്ടുവന്നോന്ന് ഇങ്ങനെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അനിയത്തി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പള്ളിയുടെ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ചർച്ചാണിത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് കേക്ക് മുറിക്കാനായിട്ട് അതിന് പറ്റിയൊരു സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ അല്ലെങ്കിൽ കാറിലൊക്കെ വെച്ച് മുറിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ശംഖുമുഖത്ത് പോവാം. അപ്പോൾ അവിടെ ഇരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഇപ്പോൾ ഉണ്ടായി. ഒരുപാട് മാറ്റങ്ങൾ ശംഖുമുഖത്ത് വന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ശംഖുമുഖത്ത് പോയി തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെട്ടുകാടെന്ന് ഇറങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളിന് വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ശംഖുമുഖത്തേക്ക് പോയി. അപ്പോൾ ശംഖുമുഖത്ത് എത്തിയപ്പോൾ ഭയങ്കര മഴ ചാറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു,
കൊടയൊക്കെ പിടിച്ച് വാവയായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. ഒത്തിരി റൈഡുകളും കുട്ടികൾക്കായിട്ടുള്ള പ്ലേ സ്റ്റേഷൻ, അതുപോലെ റെസ്റ്റോറൻറ്റ്, ഫിഷ് സ്പാ, അങ്ങനെ ഒരുപാട് സംഗതികൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി. അപ്പോൾ അവർ ബൈക്കിലാണ് വരുന്നത്, അനിയനും അനിയത്തി. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ച് കേക്ക് കട്ട് ചെയ്യാൻ. ഇങ്ങോട്ട് തിരിഞ്ഞേപ്പാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുവാണ്. അപ്പോൾ നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഇങ്ങനെ പുറത്ത് വെച്ച് ആദ്യമായിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഹാപ്പിയായി എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യും. ബർത്ത്ഡേ ഗേളിന് കേക്ക് കൊടുത്തു. എല്ലാവരും പരസ്പരം കേക്ക് കഴിച്ചു. വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഈ വർഷത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു. വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ വാവയുടെ ഡ്രസ്സിൻ്റെ അതേ മാച്ചിങ് ആയിട്ടുള്ള തൊപ്പിയായിരുന്നേ. അപ്പോൾ അവൾക്ക് തൊപ്പിയൊക്കെ വെച്ചു കൊടുത്തിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. തൊപ്പിയൊക്കെ വെച്ചു കൊടുത്ത് കുറേ ഫോട്ടോസ് ഞങ്ങൾ മാറി മാറി എടുത്തു. ഡാഡിയും മമ്മിയും ഞാനും എല്ലാവരും മാറി മാറി വാവയെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്ത്. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു, ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാ ഫോട്ടോസിലും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ പോയേട്ടോ. ബീച്ച് ഒരുപാട് മാറ്റങ്ങളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ കാണാനായിട്ട്. അവിടെ വെച്ചിട്ട് ഡാഡി മമ്മിയും പിടിച്ചു നിർത്തി. മമ്മിക്ക് സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ആ ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ നടന്നു. മിന്നലുണ്ട് കേട്ടാ, നല്ല മിന്നല്. രാത്രി അത് ഇവിടെ അല്ല, നമ്മളിവിടെ തന്നെ ഇരുന്ന അമ്മ. അങ്ങോട്ട് എവിടെയാണ് രാത്രിയൊക്കെ നമ്മൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ മുൻപ് നമ്മൾ ശംഖുമുഖത്ത് വന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു അവിടെ വെച്ചിട്ട്. മമ്മിയും ഡാഡിയും ഞങ്ങളെല്ലാവരും കൂടി മുന്നേയും വന്നിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുത്തു. അത് കഴിഞ്ഞ് ഇവർ ഈ പൊട്ടാസ് വാങ്ങിച്ചു പിള്ളേർ. അത് കഴിഞ്ഞ് പൊട്ടാസൊക്കെ പൊട്ടിക്കുന്ന ഇതാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാറി മാറി എല്ലാവരും വാങ്ങിച്ച് പൊട്ടിച്ച് കളിക്കുമായിരുന്നു. ഡാൻസ് ഡാൻസ്
അപ്പോൾ മോൻ അതിനിടയ്ക്ക് അവന് പ്ലേ സ്റ്റേഷനിൽ പോയി കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയായിരുന്നു. അവനെ അനിയൻ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ വെച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും ചേർന്നൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അതിന് മുന്നേ ആയിട്ട് മോനൊരു ചെണ്ട, അതും അനിയൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അവനത് വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പാളയത്ത് വന്ന് അരുണ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടേക്കായിട്ടാണ് എത്തിയത്. അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ സിറ്റി റൈഡ് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ട് സിറ്റി റൈഡിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് മോൻ ഇങ്ങനെ അതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അരുണ ഹോട്ടലിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ സീറ്റൊക്കെ അന്വേഷിച്ച് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ മസാല ദോശയും ബട്ടൂരിയൊക്കെയാണ് ഓർഡർ ചെയ്ത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം അവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് യാത്രയിലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം മോൻ്റെ പരിപാടി ഇതായിരുന്നേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.